നമ്മളൊക്കെ ഒളിമ്പിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ലോകത്തിൽ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വിവിധ ഇനം ഗെയിംസിലും സ്പോർട്സിലൊക്കെ മാറ്റുരച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഗോൾഡ് മെഡലും സിൽവർ മെഡലും ബ്രോൺസ് മെഡലൊക്കെ വിൻ ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അതേപോലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഇതേപോലത്തെ സിമിലർ ഈവൻറ്റ്സ് അക്കാഡമിക്സിലൂടെ ഉണ്ടായിരുന്നെങ്കിലോ, അങ്ങനത്തെ ഇവൻറ്റുകളാണ് ഒളിമ്പ്യാഡുകൾ. ഈ ഒളിമ്പ്യാഡുകൾ ഇതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എല്ലാ വർഷവും വിവിധ സബ്ജക്റ്റുകളിൽ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ എല്ലാ വർഷവും ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡുകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒളിമ്പ്യാഡാണ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്, IMO എന്നറിയപ്പെടുന്നത്. അപ്പോൾ IMOയിലേക്ക് എല്ലാ വർഷവും ഇന്ത്യ ഒരു 6 പേരുള്ള ടീമിനെ അയക്കാറുണ്ട്. അപ്പോൾ ആ ടീമിനെ വളരെയധികം നല്ല ഒരു കോമ്പറ്റീറ്റീവ് പ്രോസസ്സിൽ കൂടെയൊക്കെ കടത്തി വിട്ടിട്ടാണ് ഇന്ത്യ ഈ ടീമിനെ സെലക്ട് ചെയ്യുകയും എല്ലാ വർഷവും ഇന്ത്യക്ക് ഈ ഒളിമ്പ്യാഡിൽ വളരെയധികം മെഡൽസും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു IOQM ഒരു ക്വാളിഫയിങ് എക്സാം ഉണ്ട്, അതിനുശേഷം ഒരു റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഉണ്ട്, അതിനുശേഷം INMO ഉണ്ട്, അതിനുശേഷം മാത്സ് ഒളിമ്പ്യാഡ് ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം IMO ടീമിലേക്ക് ഇന്ത്യ നമ്മുടെ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ IMO സെലക്ട് ആയി അല്ലെങ്കിൽ IMO വഴി ഇന്ത്യനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് അതുണ്ട്. ഇപ്പോൾ ലോകത്തിലെ പല ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. അതേപോലെ ഇപ്പോൾ റീസെൻ്റ്ലി പല IITകളും ഈ പറഞ്ഞ ഒളിമ്പ്യാഡ് ക്വാളിഫിക്കേഷൻ വഴി ഡയറക്റ്റ് അഡ്മിഷൻ കൊടുക്കുന്ന പ്രോസസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് മാത്സ് താല്പര്യമുള്ള എല്ലാവരും എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഈ ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ക്ലിയർ ചെയ്ത ഒരു മിടുക്കനാണ് എൻ്റെ കൂടെയുള്ളത്, ജിഷാനാണ്. ജിഷാൻ നമ്മുടെ സൈലത്തിൻ്റെ കോഴിക്കോടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ക്യാമ്പസ് ആയിട്ടുള്ള സദ്ഭാവന സ്കൂളിൽ 11th ഗ്രേഡിൽ പഠിക്കുകയാണ്. ഹായ് ജിഷാൻ. സോ ഹൗ ഡു യു ഫീൽ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് JEE ഒക്കെ പോലെ ഒരു കോച്ചബിൾ ആയിട്ടുള്ള സംഭവമല്ല, നമ്മൾ ഒറിജിനൽ ടാലൻറ്റും ഒറിജിനൽ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ സോ ഹൗ ഡു യു ഫീൽ? ഇതിൻ്റെ ആദ്യത്തെ ലെവലാണ് ക്ലിയർ ചെയ്തെങ്കിലും സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? നല്ലൊരു ഇത് തോന്നുന്നുണ്ട്. ഞാൻ എന്താ പറയുക, കുറേ കേൾക്കുന്നുണ്ട്. ഞാനൊരു 8 പഠിക്കുമ്പോൾ ഒരു മാത്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം 10th ഞാൻ കേൾക്കുന്നുണ്ട് ഒളിമ്പ്യാഡ് എന്ന്. പക്ഷേ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ പഴയ സ്കൂളിൽ നിന്നൊന്നും എന്താ പറയുക ഇതുപോലത്തെ എക്സാമിനൊന്നും ഒരു സപ്പോർട്ട് കിട്ടാൻ അധികം അറിയില്ല. ഞാൻ തന്നെ ഒളിമ്പ്യാഡായിട്ട് അറിഞ്ഞത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷം ഒരു സാരി സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതി നോക്കാം എന്ന് വെറുതെ രജിസ്റ്റർ ചെയ്ത്. അങ്ങനെ കുറേ ആൾക്കാർ. ജിഷാൻ പഠിക്കുന്നത് സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ക്യാമ്പസിൽ JEE പ്രോഗ്രാമിലാണ്. അപ്പോൾ JEE കോച്ചിങ്ങിന് അപ്പിയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെടുത്ത് വേരിയസ് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കുട്ടികളെടുത്ത് ഇൻട്രസ്റ്റഡ് ഉള്ള മാത്സ് താല്പര്യമുള്ള കുട്ടികളെടുത്തൊക്കെ IOQM എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറുപ്പം എടുക്കുകയാണെങ്കിൽ ഞാൻ മാത്സിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. അതുകൊണ്ട് മാത്സ് നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മാത്സ് ഒളിമ്പ്യാഡ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും IITയിലും നല്ല റാങ്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെ ചോദിക്കട്ടെ, നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതെങ്ങനെ സഹായിച്ചിട്ടുണ്ട് ഈ മാത്സ് ഒളിമ്പ്യാഡിനെ അപ്പിയർ ചെയ്യാൻ? നീ ഇതുവരെ കിട്ടിയ മാത്സിൽ നല്ലൊരു ഹയർ ലെവൽ കോച്ചിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് നിന്നെ ഈ IOQMന് സഹായിച്ചിട്ടുണ്ടോ? മാത്സിൽ ഇപ്പോൾ പല ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് നോർമൽ ലെവലല്ലേ വരിക. ഇപ്പം ഇവിടെ എൻട്രൻസ് ലെവലിൽ പഠിക്കുന്നതുകൊണ്ട് ഇപ്പം പല ചാപ്റ്റേഴ്സിൻ്റെയും ഒരു നമുക്ക് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കുറേ കിട്ടിയതുകൊണ്ടും പിന്നെ ടീച്ചേഴ്സെല്ലാം ഹെൽപ്പ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളത്തെ ടീച്ചേഴ്സിന് വേണ്ടി ചോദിക്കുമ്പോൾ നല്ല ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തന്നിട്ടും ചെറിയ രീതിയിൽ ക്ലാസ്സൊക്കെ തന്നിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു എക്സാമിന് വേണ്ടിയിട്ട്. യെസ്, നമ്മൾ ഈ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് നേരത്തെ ഇവൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒറിജിനൽ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മളെ റിയൽ പാഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും JEEക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒളിമ്പ്യാഡിൻ്റെ പ്രിപ്പറേഷനും അത് വളരെ എളുപ്പമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ജിഷാൻ, എപ്പോഴാണ് മാത്സിൽ, ഞാൻ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിനക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരിക്കുമല്ലോ, എപ്പോഴാണ് മാത്സിൽ ഇൻട്രസ്റ്റ് ആദ്യം വന്നത്, അല്ലെങ്കിൽ ഓവർ ടൈം അതിൽ ഇൻട്രസ്റ്റ് കൂടി വന്നത് എങ്ങനെയാണ്? അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് പണ്ട് മുതലേ ഉണ്ട്. പിന്നെ ഒരു 8ലൊക്കെ പഠിക്കുമ്പോൾ ഒരു 9th ഞാൻ മാത്സിൻ്റെ ക്വിസിന് പങ്കെടുത്തിനി. അപ്പോൾ അങ്ങനെ അവിടുന്ന് ജില്ല വരെ പോയി. അങ്ങനെ 10th പിന്നെ മാത്സിന് ട്രാൻസ്ഫർ എക്സാം സ്റ്റേറ്റ് കലോത്സവം ലെവലിൽ എഴുതി അങ്ങനെ കിട്ടി.
ഓക്കെ. പിന്നെ മാത്സിലുള്ള ഇൻട്രസ്റ്റ് ആയി ഞാൻ ശരിക്കും മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജെയ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ജെയ് എടുക്കാനല്ല, മാത്സ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ജെയ് എടുത്തത്. അവൻ പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, മാത്സിൽ നല്ല താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും വരേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ജെഇ പോലത്തെയാണ്. കാരണം നമ്മൾ മാത്സ് താല്പര്യമുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും IIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എത്തുക എന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സബ്ജക്റ്റിൽ താല്പര്യം ഉണ്ടെങ്കിൽ ബിയോണ്ട് സ്കൂൾ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. കോമ്പറ്റീറ്റീവ് എക്സാംസുകളൊക്കെ നമ്മൾ അപ്പിയർ ചെയ്യണം. അപ്പോൾ ഈവൻ ഹൈസ്കൂൾ തൊട്ട് തന്നെ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയ്ക്ക് ഇതാ ഇപ്പോൾ ഒളിമ്പ്യാഡ് ക്ലിയർ ചെയ്യുകയും IOQM ക്ലിയർ ചെയ്യുകയും നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ എത്തുകയും ചെയ്തു. ഇനി നമ്മൾ IOQM ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ RMOന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഗൈഡൻസ് ക്ലാസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഗൈഡൻസിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയോ? RMO എങ്ങനെ നെക്സ്റ്റ് ലെവൽ എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളത് കിട്ടിയോ? അതിപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നമുക്കൊന്നും എങ്ങനെ തിങ്ക് ചെയ്യണമെന്നുള്ള അറിയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് മോക്ക് പ്രീവിയസ് പേപ്പറൊന്നും കിട്ടിയില്ല. അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്കിയപ്പോഴും വലിയ രീതി കിട്ടില്ല. പക്ഷേ എക്സാം ആണെന്നാണ് അതിന് കറക്റ്റ് മനസ്സിലായത്. കാരണം RMO എക്സാമിന് പോയപ്പം ചില ക്വസ്റ്റ്യൻസ് ആ ടൈമിൽ പഴയ കണ്ട ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ മിക്സ് ചെയ്ത് നല്ല ഏത് ലെവലിൽ ചിന്തിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടി. ഒരു 4 ക്വസ്റ്റ്യനോളം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം ജിഷാൻ പറഞ്ഞത് RMOയിൽ 4 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു എന്നാണ്. ശ്രദ്ധിക്കണം, ഈ RMO എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. 3 മണിക്കൂറിൽ 6 ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ആൻഡ് ഈ 6 ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 17 മാർക്കാണ്. ആൻഡ് 17 × 6 102 ഈ എക്സാം ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ കേരളത്തിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 1 മാർക്ക് ഔട്ട് ഓഫ് 102 ആയിരുന്നു. ഓക്കെ. കേരളത്തിൽ നിന്ന് യൂഷ്വലി ഒരു 30-35 ആളുകളൊക്കെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക അടുത്ത ലെവലിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ലോ സ്കോറിംഗ് ആയിട്ടുള്ള നമ്മൾ പറയില്ലേ ഒറിജിനൽ ടെസ്റ്റിംഗ് ഒക്കെ ഇതാക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് സൊല്യൂഷൻ എഴുതേണ്ട ഒരു പരീക്ഷയാണ് RMO എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ജിഷാൻ ചോദിക്കട്ടെ, നിൻ്റെ ഫ്യൂച്ചർ പ്ലാനൊക്കെ എന്താണ്? അതായത് ഇപ്പോൾ മാത്സ് നിനക്ക് താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ നിൻ്റെ ഈ മാത്സിൻ്റെ ഇൻട്രസ്റ്റ് നീ ഫ്യൂച്ചറിൽ കരിയറിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്? കരിയറിൽ ഇപ്പം ഒന്നും കറക്റ്റ് അറിയില്ല. പക്ഷെ എനിക്ക് എങ്ങനെയാലും മാത്സ് ഇൻട്രസ്റ്റ് ഉള്ള ഉപകാരം ഒരു ഫീൽഡിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ അതാണ് ഞാൻ ജെയ് എടുത്ത്. ഓക്കെ. അപ്പോൾ ഇനി IIT ഇങ്ങനെ ക്രാക്ക് ചെയ്തിട്ട് യെസ്. അപ്പോൾ മാത്സ് താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അതിൽ തന്നെ IITകളിൽ തന്നെ എത്തണമെന്നാണ് ശ്രമിക്കേണ്ടത്. ഇതേപോലെ തന്നെ മാത്സിൻ്റെ കോഴ്സുകൾ IITകളിലും IIScകളിലും IISERകളിലും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലത്തെ ഒരു സിമിലർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ISIകൾ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് താല്പര്യമുള്ള ആളുകളൊക്കെ ഹൈസ്കൂളിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരമാവധി കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യുക, ഒളിമ്പ്യാഡ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ എൻട്രൻസ് എക്സാമുകൾക്കും അല്ലെങ്കിൽ കറക്റ്റ് ഗൈഡൻസും കിട്ടണമെങ്കിൽ ഇതേപോലത്തെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഭാഗമാകുവാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നമ്മൾ അധ്യാപകർ, ഇപ്പോൾ ജംഷി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഫാക്കൽറ്റി, അതേപോലെ ഹരി സാറാണല്ലോ കോർഡിനേറ്റർ, അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട് നിനക്ക്? എങ്ങനെ അവിടെ ഭയങ്കര നല്ല കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയറും പഠിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യവും, അതുപോലെ മുന്നേ പഠിച്ച സ്കൂളിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെയാണ് ഇവിടെ തോന്നുന്നത്? ഇവിടെ ടീച്ചേഴ്സ് ഒന്ന് നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഡൗട്ട് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചോദിക്കാം. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളെ മെൻറ്ററൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് തരാനാണെങ്കിലും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ടാബിൽ കുറേ ചോദിച്ചാൽ കുറേ സൊല്യൂഷൻ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സാർമാർ ഇപ്പം അക്കാദമിക്കിൽ ഉള്ളതാണെങ്കിലും ഇനി പുറത്തുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന് സൊല്യൂഷനും കാര്യങ്ങളും വൃത്തിക്ക് നല്ല എക്സ്പ്ലെയിൻ ആക്കി പറഞ്ഞുതരും. ഓക്കെ. ആൻഡ് ജിഷാൻ എങ്ങനെയാണ് സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ എത്തിയതും കൂടി ഞാനൊന്ന് പറയട്ടെ. ജിഷാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൈലത്തിൻ്റെ നെസ്റ്റ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുകയും ആ പരീക്ഷ നല്ല ടോപ്പ് മാർക്കോടെ ക്രാക്ക് ചെയ്യും. 100% സ്കോളർഷിപ്പോട് കൂടിയാണ് അവൻ സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിൽ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള ഒരു പരീക്ഷ കൂടിയാണ് നെസ്റ്റ്. അപ്പോൾ ഇനിയും നെസ്റ്റ് പരീക്ഷകൾ വരുന്നുണ്ട്. സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.